ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഒരു ബോട്ടിങ് നിർബന്ധമല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഹൗസ് ബോട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കോട്ടോ. അപ്പോൾ 11 മണിക്കാണ് നമുക്ക് അവിടെ എത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി പോകാനുള്ള തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ നമുക്ക് പോകാനുള്ള നമ്മുടെ ഹൗസ് ബോട്ട് കരക്കടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്ന ബോട്ടിൻ്റെ പേര് പ്രമദ എന്നായിരുന്നു കേട്ടോ. നല്ല പേരല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേര്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിനു മുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ചിട്ട് ആദ്യമായിട്ടാണല്ലോ. കാറിൻ്റെ ബൈക്കിൻ്റെ ലൈസൻസ് ഉണ്ട് എനിക്ക്, അതുകൊണ്ട് ഹൗസ് ബോട്ട് ഓടിക്കാം. എൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കാണുമ്പോൾ ഞാനത് എടുത്തു കൊണ്ടുപോകുന്ന പോലെയില്ലേ. സേഫായ സ്ഥലത്തെത്തിയപ്പോൾ പുള്ളി ഡ്രൈവിംഗ് സീറ്റ് എന്നെ ഏൽപ്പിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബോട്ടിനടുത്തേ ഈ സ്പീഡ് ബോട്ട് വന്നിട്ട് കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടെ ചാടിക്കയറി അങ്ങോട്ട് പോയി. പെർ ഹെഡ് 300 രൂപയായിരുന്നു അവർ പറഞ്ഞത്. എന്നാലും അടിപൊളിയായിരുന്നു. നല്ലൊരു എന്താ പറയുക, പിന്നെ ആദ്യം ചെറുതായിട്ട് കയറുമ്പോൾ എനിക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് കുറേ പേരിങ്ങനെ പോകുന്നതും സൗണ്ട് ഉണ്ടാക്കുന്നതും കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പേടിയുണ്ടെങ്കിലും പിന്നെ ഒന്നും നോക്കിയില്ല, കയറിയപ്പോൾ പിന്നെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 10 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. സമയം തീരെ കുറഞ്ഞു പോയെന്ന് തോന്നി. നല്ല രസമുണ്ടായിരുന്നു. ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ആ ഒരു 10 മിനിറ്റ് ഞങ്ങൾ അടിച്ചു പൊളിച്ചു. മേത്തേക്കൊക്കെ കുറേ വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. ചരിച്ചും മറിച്ചുമൊക്കെ ഞങ്ങളുടെ ഡ്രൈവർ പല രീതിയിലാണ് ബോട്ട് കൊണ്ടുപോയത്. ഇവിടെ എത്ര സൗണ്ട് പാട്ട്. അവിടെ ഉച്ചക്കത്തെ ലഞ്ചും കൂടെ വരുന്നൊരു പാക്കേജ് ആയിരുന്നു കേട്ടോ നമ്മളെടുത്തത് ഹൗസ് ബോട്ടിൽ. നമ്മുടെ ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കരിമീനാണ്, ചിക്കൻ കറി ഉണ്ട്. കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തോന്നുന്നു. കഴിച്ചിട്ട് പറയാം അഭിപ്രായം. പിന്നെ സാമ്പാർ, സാലഡ്, നല്ല പോര്, തോരൻ, നല്ല നാരങ്ങ അച്ചാറ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, പപ്പടം. പിന്നെ നമ്മൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ചിക്കൻ കറിക്ക് കുറച്ചൊരു എരിവ് കൂടുതലായിരുന്നു. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിലധികം ഫുഡ് അവർ കരുതിയിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ കായലിൻ്റെ സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് ചിക്കനും മീനും മോരും മെഴുക്കുരട്ടിയൊക്കെ കൂട്ടിയിട്ട് പപ്പടവും കുഴച്ച് കഴിക്കാം. ഫുഡ് കഴിക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ നമ്മളവിടെ കപ്പിൾ ഡാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും തളർന്ന് വിശന്ന് ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ എഡിറ്റ് ചെയ്ത് കളയണേ, വീഡിയോയിൽ കാണിക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സ്നേഹിത്. അതുകൊണ്ടാട്ടോ കാണിച്ചേ. ഫുഡ് കഴിക്കലും ഡാൻസൊക്കെ കഴിഞ്ഞാലേ എനിക്ക് കുറച്ച് വിശ്രമമാകാം. പ്രേച്ചിയും സാറും അങ്ങനെ കാറ്റൊക്കെ കണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിവരെ ഹണിമൂൺ കപ്പിൾസ് എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. ബിജു ചേച്ചിയും സാറും കഥ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ കുറച്ച് നാണം അങ്ങോട്ട് അഭിനയിച്ചു ചേച്ചി. ക്യാമറാമാൻ ക്യാമറ കൈമാറിയിട്ട് ഓടി വന്നതാണ്. ഇനി ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നതെന്ന് വെച്ചിട്ട് കേട്ടോ. ഇത് നമ്മുടെ മിനി ചേച്ചിയും മോഹൻ സാറുമാണ്, ദ ബ്യൂട്ടിഫുൾ കപ്പിൾസ്. നല്ല കപ്പിൾസ് മാത്രമല്ല, നല്ലൊരു അമ്മായി അച്ഛനെയും അമ്മായി അമ്മയും കൂടെ എനിക്ക് ഇവരിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛനും മോനും കൂടെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് ഗൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുടിക്കാനുള്ള ചായയുടെ ടൈമായി. അപ്പോൾ പിന്നെ നേരെ ചായ കുടിക്കാൻ വെച്ചു. പഴംപൊരി ആയിരുന്നു കേട്ടോ സ്നാക്സ്. കുറ്റം പറയല്ല, പഴംപൊരിയുടെ പഴം കുറച്ച് പഴുപ്പ് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചായ അടിപൊളിയായിരുന്നു. ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി, അതുകൊണ്ടാണ് ആ മുഖം അങ്ങനെ ഇരിക്കുന്നത്. അപ്പം 11 മണി മുതൽ 5 മണി വരെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഹൗസ് ബോട്ടിൽ ടൈം. അപ്പം ഏകദേശം 5 മണി ആവാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഇറങ്ങാൻ നോക്കട്ടെ. നമ്മുടെ ആലപ്പുഴ യാത്രയൊക്കെ അടിപൊളിയായി. എന്താ പറയുക, രാത്രിയായി. നമ്മൾ തിരിച്ചെത്തുമ്പോൾ കുറച്ച് ലേറ്റായി. നമുക്ക് 2-3 ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് നല്ല മധുരക്കള്ള് കിട്ടി. അപ്പം ഈ മധുരക്കള്ള് കുടിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.
അടിപൊളി. അപ്പോൾ ഇന്ന് രാത്രി 2:30 നമ്മുടെ ട്രെയിന് കോഴിക്കോട്ടേക്ക്. ഒരു 8:30 രാവിലെ 8:30 നമ്മളെത്തും. ഒരു ഏകദേശം 9-9:30 നമ്മൾ വീട്ടിലെത്തും. അപ്പം എന്താ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ.